ഹലോ എവരിവൺ. മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു സ്കില്ല് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെയൊക്കെ ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിലോ അല്ലെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങോ ഒക്കെ നടക്കുമ്പോൾ ചില വ്യക്തികളുടെ അടുത്തേക്ക് ഒരുപാട് സമയം സംസാരിക്കാനും അല്ലെങ്കിൽ അവരുമായിട്ട് സമയം ചെലവഴിക്കാനും ഒക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ ചെല്ലുന്നത് അവരൊരു മാഗ്നറ്റ് പോലെയാണ്. എന്തുകൊണ്ടാണ് ചില വ്യക്തികളുടെ അടുത്ത് ആളുകൾ ഇതുപോലെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത്? നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളുമായി ആളുകൾ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാം? നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ മറ്റുള്ളവരോട് ഇടപെടാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ സംസാരിക്കാനും നമ്മൾ പഠിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളുടെ പെരുമാറ്റ രീതിയിലും മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലുമൊക്കെ നമ്മളൊരു അല്പം ശ്രദ്ധ വെച്ചാൽ നമുക്കും മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അല്ലെ മറ്റുള്ളവർ നമ്മൾ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിക്കേഷനിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം എന്ന് പറയുന്നത് ബി എ ഗുഡ് ലിസണർ ആൻഡ് പ്രാക്ടീസ് ലിസണിംഗ് പോസ്. ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളത് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും നല്ലൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനും ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണെന്ന് പറയാം. ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ കയറി സംസാരിക്കുക, അവരെ സംസാരിക്കാൻ അനുവദിക്കാതിരിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ വ്യക്തിക്ക് അർഹമായ ഒരു പ്രാധാന്യം അല്ല അവർ പറയുന്നതിനോ ആ വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കാത്തതിന്റെ ലക്ഷണമാണ്. ആ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ അവർക്ക് നമ്മൾ സംസാരിക്കാനായിട്ടുള്ള സമയം ക്ഷമയോടെ അത് കേൾക്കാനും അത് പൂർത്തിയാക്കാനായിട്ടും നമ്മൾ അനുവദിക്കുകയാണ്. നല്ല ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. ഒരു ആക്റ്റീവ് ലിസണിങ് എന്ന് പറഞ്ഞാൽ എന്നാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഇങ്ങനെ നിന്നോളാം എന്നുള്ള ഒരു അർത്ഥമാണ്. ഒരു ആക്റ്റീവ് ലിസണർ എന്ന് പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്ന ആള് പറയുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാവുക, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ നല്ല ഒരു കേൾവിക്കാരനാകാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമ്മൾ ഒരു വ്യക്തി സംസാരിക്കുമ്പോൾ കാണിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എന്താണ് ഈ ലിസണിങ് പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ അവരുടെ പേഴ്സണൽ സ്റ്റോറി ആകാം, അവർക്ക് പറയാനുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാടിക്കേറി ഉടനടി അതിന് മറുപടി നമ്മുടെ ഒരു ഭാഗത്തുനിന്ന് പറയാതെ ഒരു 2-3 സെക്കൻഡ് ഒന്ന് നിർത്തിയിട്ട് അല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരുന്നതിന് ശേഷം വേണം. അതാണ് ലിസണിങ് പോസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ സ്റ്റോപ്പ്, ഒരു 2 to 3 സെക്കൻഡ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ആ വ്യക്തി പറഞ്ഞ കാര്യം നമ്മൾ കേട്ടു എന്നും അതിന് നമ്മൾ ഇൻട്രസ്റ്റഡ് ആണ് എന്നും അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നും എല്ലാമാണ് ആ ഒരു ലിറ്റിൽ പോസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അല്പ സമയം സെക്കൻഡുകളുടെ ആവശ്യമേ ഉള്ളൂ, പക്ഷെ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. ഗീവ് നാച്ചുറൽ ആൻഡ് ജെന്യുവിൻ സ്മൈൽ വിത്ത് യുവർ ഐസ്. കണ്ണുകളിൽ നമ്മളുടെ ആ ഒരു ജെന്യുവിൻ സ്മൈല് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് മറ്റൊരാളെ അട്രാക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെ ഒരു ആളോട് സംസാരിക്കുമ്പോൾ, അത് ഒരു സ്ട്രേഞ്ചർ ആണെങ്കിൽ പോലും ആദ്യമായി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ അവരെ നോക്കി നന്നായിട്ട് നമ്മളൊന്ന് പുഞ്ചിരിച്ച് അവരുമായിട്ട് ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ആ വ്യക്തിക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ അല്ലെ നമ്മളുടെ അടുത്ത് കംഫോർട്ട് ഫീൽ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളോടൊരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിയോട് നമ്മളൊരു ജെനുവിൻനെസ് കാണിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് സ്മൈല്. നമ്മളുടെ കണ്ണുകളിലൂടെ, ചുണ്ടുകളിൽ മാത്രമല്ല പുഞ്ചിരി നമ്മൾ കൊണ്ടുവരേണ്ടത്, നമ്മളുടെ കണ്ണുകളിലും കൂടെ ഇത് പ്രതിഫലിപ്പിക്കാൻ ആ ഒരു സ്മൈല് ജെനുവിൻ ആയിട്ടുള്ള സ്മൈലായിരിക്കണം. അല്ലാതെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്മൈലോ അല്ല ഒരു വ്യക്തി ഒരു വിഷമകരമായ ഒരു സിറ്റുവേഷൻ അവരുടെ വേദനകൾ പറയുമ്പോൾ അവിടെ ഒരു ചിരി എന്നല്ല, ആവശ്യമുള്ള രീതിയിൽ ഉചിതമായ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്മൈൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം എന്ന് പറഞ്ഞാൽ നമുക്കൊരു വാംത്ത് ആ വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഫീലിംഗ്, നമ്മളോട് സംസാരിക്കുക, അപ്രോച്ച് ചെയ്യാൻ പറ്റിയ ആളാണ്, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് സംസാരിച്ചാൽ എനിക്കൊരല്പം മനസ്സിന് ആശ്വാസം അല്ലെ ഇടപെടാൻ പറ്റിയ ആളാണ് എന്ന് നമുക്ക് ആ വ്യക്തിയെ ഫീൽ ചെയ്യിക്കാനായിട്ട് ഇങ്ങനെയുള്ള
ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ പേര് നമുക്കറിയാമെങ്കിൽ ഇടയ്ക്ക് ആ വ്യക്തിയുടെ പേര് വെച്ച് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതിന്റെ അർത്ഥം എപ്പോഴും ഓരോ കാര്യം പറയുമ്പോഴും വ്യക്തിയുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞ് അവരെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നല്ല. ഉചിതമായ രീതിയിൽ ഇടയ്ക്ക് അവരുടെ പേര് പറയുക, അല്ല എങ്കിൽ നമ്മൾ ആദ്യം അവരെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ പേര് പറയാം. ഏറ്റവും നല്ലത് ബിഗിനിങ്ങിലും എൻഡിലും, ഒരു കൺവെർസേഷന്റെ ബിഗിനിങ്ങിലും എൻഡിങ്ങിലും നമ്മൾ ആ വ്യക്തിയുടെ പേര് യൂസ് ചെയ്ത്, അതുപോലെ തന്നെ ആ ഇത് നമ്മൾ നിർത്തുമ്പോൾ, സംസാരം നിർത്തുമ്പോൾ ഓക്കെ ബൈ, ആ വ്യക്തിയുടെ പേര് പറഞ്ഞ് നമുക്ക് പിന്നെ കാണാമെന്ന് പറയുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ ഒരു തെളിവാണ് നമ്മൾ ആ വ്യക്തിയുടെ പേര് വെച്ച് അവർക്കൊരു സ്ഥാനം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് പേര് വെച്ച് ഒരു വ്യക്തിയെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. മിററിംഗ് ബോഡി ലാംഗ്വേജ്. നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ ബോഡി ലാംഗ്വേജ് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിൽ നമുക്ക് അനുകരിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ അത് തന്നെ നമ്മളൊന്ന് മിറർ ചെയ്ത് കഴിഞ്ഞാൽ, തിരിച്ച് അതേ ബോഡി ലാംഗ്വേജ് തന്നെ നമ്മളൊന്ന് കീപ്പ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അവർക്ക് കുറച്ചുകൂടെ കംഫോർട്ട് തോന്നും, നമ്മളുമായിട്ട് ഒരു ബോണ്ട്, ഒരു അടുപ്പം കൂടുതൽ തോന്നാനായിട്ട് അത് സഹായിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ മുമ്പേക്ക് ആഞ്ഞുകൊണ്ട് ലീൻ ഫോർവേഡ്, മുമ്പിലേക്ക് ആഞ്ഞിരുന്നാണ് നമ്മളോട് സംസാരിക്കുന്നതെങ്കിൽ അതൊരു നല്ല ബോഡി ലാംഗ്വേജ് ആണ്, നമ്മളൊരു നല്ല കേൾവിക്കാരനാണ് എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. അപ്പൊ നമുക്ക് അനുകരിക്കാൻ പറ്റിയ നമ്മളുടെ എതിരിരിക്കുന്ന, അല്ല നമ്മൾ സംസാരിക്കുന്ന വ്യക്തി കാണിക്കുന്ന നല്ല ബോഡി ലാംഗ്വേജ് നമ്മൾ മിമിക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടുതൽ അത് കംഫോർട്ട് ചെയ്യേണ്ട. അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ, നമുക്ക് ലീൻ ഫോർവേഡ്, മുമ്പോട്ട് ആഞ്ഞിരുന്ന് അവർ സംസാരിക്കുന്ന രീതി. അല്ലെങ്കിൽ ചില വ്യക്തികൾ സംസാരിക്കുമ്പോൾ അവരുടെ കൈകൾ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും സംസാരിക്കുക. അപ്പൊ തിരിച്ച് ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതേ ഇത് ഒന്ന് മിമിക് ചെയ്യാൻ ശ്രമിച്ചു കഴിയുമ്പോൾ അവർക്ക് ഒരു അടുപ്പം, നമുക്ക് രണ്ട് വ്യക്തികൾക്കിടയിൽ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സിമിലാരിറ്റി ഹെൽപ്പ് ചെയ്യും. ഷോ ഇൻട്രസ്റ്റ് ഇൻ വാട്ട് ദേ വാല്യൂ. നമ്മൾ സംസാരിക്കുന്ന അല്ലെ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്ക് നമ്മളോടൊരു ഇൻട്രസ്റ്റ് തോന്നണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, അവർക്ക് ഇഷ്ടപ്പെട്ട, അവർ പ്രാധാന്യം കൊടുക്കുന്ന ചില മേഖലകൾ കാണും. ചില വ്യക്തികൾക്ക് ഗാർഡനിങ് ആയിരിക്കും, ചില വ്യക്തികൾക്ക് സ്പോർട്സ് ആയിരിക്കും. അവരോട് സംസാരിച്ച് അവർക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു കാര്യത്തിലേക്ക് നമ്മുടെ സംസാരം കൂടുതൽ കൊണ്ടുപോകാനായിട്ട് നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ, അതുമായി ആ ഒരു വിഷയത്തിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് നമ്മളോട് കൂടുതൽ സംസാരിക്കാനായിട്ട് ഇൻട്രസ്റ്റ് കാണാനായിട്ട് അത് ഇടയാകും. എംപതറ്റിക് റെസ്പോൺസ്. നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് എംപതറ്റിക് റെസ്പോൺസ് എന്ന് പറയുന്നത്. നമ്മളോട് ഒരാൾ അവരുടെ ഒരു പ്രോബ്ലം, പേഴ്സണൽ പ്രോബ്ലം, അവരുടെ ഒരു വിഷമം പറയുമ്പോൾ അത് കേട്ട് നമ്മൾ, എനിക്കത് മനസ്സിലാകും, നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കും. ഇപ്പൊ ഒരു ചൈൽഡ്ഹുഡിലെ ഒരു വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് അവർ അനുഭവിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ എനിക്കത് മനസ്സിലാകും, നിങ്ങൾ അനുഭവിച്ച ആ ബുദ്ധിമുട്ടെന്ന് നമ്മൾ തിരിച്ച് ആ വ്യക്തിയോട് മറുപടി പറയുമ്പോൾ അവർക്ക് നമ്മൾ അവരെ ജെന്യുവിൻ ആയിട്ട് അവരോട് ഒരു ഇൻട്രസ്റ്റ് ഉള്ളതായിട്ടും അവരുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നതും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട്, അവർക്കൊരു ആശ്വാസം പകരാനായിട്ടും നമ്മളുമായിട്ട് കൂടുതൽ ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ ഈ ഒരു എംപതറ്റിക് ആയിട്ടുള്ള റെസ്പോൺസിലൂടെ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് അവരോട് പറയാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഞാനും ഇതൊക്കെ കുറെ അനുഭവിച്ചതാണ്, അന്ന് ഞാൻ ചെയ്തത്, നമുക്ക് എന്താണോ അതിൽ ഒരു സൊല്യൂഷൻ ആയിട്ട് തോന്നുന്നത്, നമ്മുടെ ഒരു സജഷൻ ആയിട്ട് ആ ഒരു സൊല്യൂഷനോടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് കൂടുതൽ ഒരു അടുപ്പം ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നല്ല ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ടൈമും എഫേർട്ടും ഒക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്കൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ലൈഫിന്റെ എല്ലാ മേഖലകളിലും, പേഴ്സണൽ ആയിട്ടുള്ള ആസ്പെക്റ്റിൽ നിന്ന് നോക്കിയാലും പ്രൊഫഷണൽ ആയിട്ടുള്ള ഇതായാലും സൊസൈറ്റിയിലെ മറ്റുള്ളവരുമായിട്ട്, പൊതുവിൽ നമ്മുടെ ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആരുമായിട്ട് ഇടപെടണമെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കൂ. അതോടൊപ്പം അത് നമുക്ക് ലൈഫിന്റെ പല മേഖലകളിലും പലപ്പോഴും പ്രയോജനകരമായിട്ട് മാറണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് നമ്മൾ എഫേർട്ട് ഇട്ട് ശ്രദ്ധിക്കേണ്ട ചെറിയ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഫോക്കസ് ചെയ്താൽ തന്നെ നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ബി ഹാപ്പി, ബി കോൺഫിഡൻറ്റ്.